ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിലെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. എന്താണ് രാത്രി സമയങ്ങളിൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ ഇമോഷൻസ് ഏത് രീതിയിലാണ് നിങ്ങളിലേക്ക് കണക്ട് ആകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നതിന് അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. എന്താണ് നിങ്ങളുടെ വ്യക്തി ലേറ്റ് നൈറ്റ്സിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നൈറ്റ് ഓഫ് സോർഡ്സ്, 6 of cups, 10 of cups, ace of wands, 10 of swords, page of swords, 7 of wands, 6 of wands, hierophant, 6 of swords, empress, 4 of swords, 9 of wands, 8 of cups, ace of coins, 5 of wands, 7 of coins, the magician. ബോട്ട് ഓഫ് ഡിക്ക് ആയിട്ട് വന്നിരിക്കുന്ന സൺ എനർജി ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമ്മളിവിടെ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ തോട്ട്സ് ആണ്. ഈ രാത്രി കാലങ്ങളിൽ നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ, എന്താണ് അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഒരു തോട്ട്സിൽ അല്ലെങ്കിൽ ചിന്തകളിൽ നിങ്ങൾ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രെഡിൽ പ്രധാനമായിട്ട് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരുപാട് വേദനകളിലൂടെ പോകുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന പോലെ തന്നെ ഒരു പെയിൻ നിങ്ങളുടെ വ്യക്തിയിലും എനർജിയിലും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തിയാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മറ്റ് ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ബ്ലോക്ക് ചെയ്യാനും സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇവര് പാതി വഴിയിൽ നിങ്ങളെ ഉപേക്ഷിച്ച് മാറിപ്പോയിരിക്കുന്നവരാണ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ടായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഹൈഡിങ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കാം. റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ അതേപ്പറ്റി കമ്മ്യൂണിക്കേഷൻ നടത്താൻ ശ്രമിച്ചിട്ടും അതിന് തയ്യാറാവാതെ നിന്ന വ്യക്തികൾ അവരായിട്ട് തന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിരിക്കുകയോ ചിലപ്പോൾ നിങ്ങളായിട്ട് നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഏത് അവസ്ഥയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്പ്രെഡിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഒരുപാട് വേദനകൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് ഒക്കെ അവർ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിലാണെന്നുണ്ടെങ്കിലും അവരിപ്പോൾ ഒരു മുങ്ങി താണു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്, സ്റ്റേജ് ആണ്. ഒരുപാട് സ്ട്രഗിളിങ്സ് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രവുമല്ല നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ലേണിംഗ് ടൈം ആണ്. പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിക്കല്ല, അവരിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് ആണ്. ആ ഒരു പ്രസന്റ് സിറ്റുവേഷനിലാണ് ഒത്തിരി കാര്യങ്ങൾ ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ആ ഒരു തിരിച്ചറിവ് കാര്യങ്ങളൊക്കെ അവരിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ പ്രധാനമായിട്ട് കാണിക്കുന്നത് ഒരു സത്യസന്ധമായ രീതിയിൽ റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് പെരുമാറണം,
അല്ലെങ്കിൽ സ്വന്തം ഇന്നർ വോയിസ് അനുസരിച്ച് മാത്രം റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കണം, ആ ഒരു രീതിയിൽ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് നയിക്കണം എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും, ഇവര് നിങ്ങളെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ച വ്യക്തികളാണെങ്കിൽ, വാക്കുകൾ കൊണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യാത്ത കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ ബ്ലെയിം ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾക്കിടയിൽ വാക്ക് തർക്കങ്ങളോ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത്രയും നിങ്ങളെ ഹേർട്ട് ചെയ്ത വ്യക്തികളാണെങ്കിൽ ഇപ്പൊ അവർ പറഞ്ഞു പോയ വാക്കുകളെ കുറിച്ചൊക്കെ അവർ ഈ ഒരു ലേറ്റ് നൈറ്റ്സിലൊക്കെ ഒരുപാട് ഓർക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അവർക്ക് അതിൽ നല്ല രീതിയിൽ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് കൂടിപ്പോയി എന്നുള്ള രീതിയിലൊക്കെ ഒരു മനോഭാവം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ഇമോഷൻസ് അവരെ വല്ലാതെ തളർത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ സിക്സ് ഓഫ് കപ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എങ്ങനെയാണോ ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുവന്നത്, നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു കാലഘട്ടത്തെ കുറിച്ചൊക്കെ ഇവർ വീണ്ടും ഓർക്കുന്നുണ്ട്. ഇവർക്ക് വീണ്ടും ആ ഒരു പഴയ കാലത്തിലേക്കൊക്കെ തിരിച്ചു പോകണം എന്നുള്ള ആഗ്രഹമൊക്കെ ഇവിടെ തോന്നുന്നുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളൊരു ഫാമിലി ലൈഫിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങളൊരു ഹസ്ബൻഡ് ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് ആഗ്രഹിച്ച് മുന്നോട്ടേക്ക് പ്രണയിച്ച് വരുന്നവരായിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളാണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടൊക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ലിവിങ് എനർജി വരുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് താമസിക്കുകയോ ഒരുപാട് യാത്രകൾ ഒരുമിച്ച് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാലങ്ങളൊക്കെ ഇവർ ഓർക്കുകയാണ്. വീണ്ടും അതിലൊക്കെ ഒരു റീബർത്ത് വേണമെന്നുള്ള ഒരു ആഗ്രഹം ഇവരിൽ വരികയാണ്. നിങ്ങളെ വളരെ പാഷനേറ്റ് ആയിട്ട് ഈ ഒരു സമയം ഇവർ നോക്കി കാണുന്നുണ്ട്. ഇവരുടെ ഉള്ളിൽ ഒരു അഗ്നി പോലെ അല്ലെങ്കിൽ ഒരു തീജ്വാല പോലെ നിങ്ങൾ കത്തി പടർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ശാരീരികമായാണെന്നുണ്ടെങ്കിലും മാനസികപരമായാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വളരെയധികം ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. ഒരു ഫയർ എനർജി എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു അഭിനിവേശത്തിന്റെ എനർജിയാണ്. അത്രത്തോളം നിങ്ങളിലേക്ക് വളരെയധികം അട്രാക്റ്റ് ആവുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരുന്നതിന് പക്ഷെ ഇവിടെ ഒരുപാട് തടസ്സങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സ്വാധീനമൊക്കെ ഇവിടെ വരുന്നുണ്ട്. നിങ്ങളിലേക്ക് എത്താനായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള ബന്ധമാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരുപാട് തടസ്സങ്ങൾ ഇവരുടെ ഇമോഷൻസ് നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കുന്നതിന് ഇവർക്ക് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്, തടസ്സങ്ങൾ എങ്ങനെയും ആയിക്കൊള്ളട്ടെ അതിനെയെല്ലാം അതിജീവിക്കണം. നമുക്കിവിടെ കാണാൻ സാധിക്കും, എന്തൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിനെ സ്വന്തമായിട്ട് തന്നെ എഫേർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളെ നേടണം എന്നുള്ളൊരു ആഗ്രഹം ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവർക്ക് മിസ് ചെയ്ത് വരുമ്പോൾ അവർ അപ്പോഴൊക്കെ ചിന്തിക്കുന്നുണ്ട്, എന്ത് തടസ്സവും ആയിക്കൊള്ളട്ടെ അതിനെയെല്ലാം അടിച്ചമർത്തി നിങ്ങളിലേക്ക് എത്തുക തന്നെ വേണം. പ്രധാനമായും നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക തന്നെ വേണം. ഇപ്പൊ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും സെയിം തന്നെ ഒരു എനർജിയാണ് വരുന്നത്. നിങ്ങളോട് എങ്ങനെയെങ്കിലും സംസാരിക്കണം എന്നുള്ളൊരു രീതിയാണ്. ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അതിലൊരു വിജയം വേണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. വളരെയധികം ഒരു ഊർജ്ജസ്വലനായിട്ട് അല്ലെങ്കിൽ ഊർജ്ജസ്വലയായിട്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ കാണുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ രാത്രി കാലങ്ങളിൽ ഇപ്പൊ നിങ്ങൾ ഒരുമിച്ചുള്ള നിമിഷങ്ങളൊക്കെ ഇവർ ഏറ്റവും കൂടുതൽ ഇവർ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഒരുമിച്ചൊരു ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓർമ്മകള്, നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ്, അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളോ ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നോക്കുക, നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് നോക്കുക, നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പൊ അതെല്ലാം ഇവരോട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഓർക്കുമ്പോഴേക്കും ആണ് അവർക്ക് ഈ ഒരു സാഹചര്യങ്ങൾക്കെല്ലാം ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നത്. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിങ്ങളിൽ നിന്ന് ഒരു തെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഇവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന കാര്യത്തിൽ അതൊരു ഇരുണ്ട കാലമായിട്ട് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടിപ്പോയി. നിങ്ങളോട് അതുപോലെ തന്നെ പറഞ്ഞ വാക്കുകളാണെങ്കിലും കുറച്ച് കൂടിപ്പോയി എന്നുള്ളതൊക്കെ തോന്നലുകൾ ഉണ്ടെങ്കിലും അവർക്കിപ്പോൾ ഈ ഒരു സമയത്ത് അവർ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ശാരീരികപരമായിട്ട് ഇവർ ആഗ്രഹിക്കുമ്പോൾ അതുപോലെ തന്നെ മാനസികപരമായിട്ട് ഇവർ ഭയങ്കരമായി, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഒരു മുങ്ങിത്താഴുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു മുങ്ങിത്താഴുന്ന അവസ്ഥയിൽ ഇവർ നിൽക്കുന്നത് കൊണ്ട് ഒരു മെന്റൽ സപ്പോർട്ടും നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളിൽ നിന്ന് കൊതിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നിങ്ങൾ ചിലപ്പോൾ ഇവരെ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത വ്യക്തികളായിരിക്കും. ഇവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ പറ്റുമ്പോഴോ അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളോട് തെറ്റ് ചെയ്യാതെ ഇവരുടെ ലൈഫിൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രഗിളിങ് വരുമ്പോഴോ അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു തെറ്റുകൾ പറ്റുമ്പോഴോ അപ്പോഴൊക്കെ നിങ്ങൾ ഇവരെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ അത്രയും സപ്പോർട്ട് ചെയ്ത് അത്രയും ഒരു ബാക്ക് സപ്പോർട്ട് കൊടുത്ത വ്യക്തികളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള നിങ്ങളോട് ആണല്ലോ ഇവർ ഇങ്ങനെ പ്രവൃത്തികളൊക്കെ ചെയ്തത് എന്നുള്ളൊരു കുറ്റബോധവും
അതോടൊപ്പം നല്ല നല്ല മൊമെന്റ്സ് കാര്യങ്ങൾ ഉണ്ടായിട്ടും അവർ നിങ്ങളെ വേദനിപ്പിച്ചല്ലോ എന്നുള്ളൊരു ചിന്തയും അതെല്ലാം കൊണ്ട് ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാണ്. മാത്രവുമല്ല ഈ ഒരു സമയത്ത് അവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത എന്താണ് എന്നുള്ളത്. എത്രത്തോളം ആത്മാർത്ഥമായ ഒരു സ്നേഹമാണ് നിങ്ങൾ ഇവരിലേക്ക് നൽകിക്കൊണ്ടിരുന്നത് എന്നുള്ളതൊക്കെ അവർ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകള് കാര്യങ്ങളൊക്കെ ഇവരുടെ മനസ്സിലേക്ക് വരുമ്പോഴാണ് ഇവർ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതിനകത്തൊരു റീസ്റ്റാർട്ടിങ് വേണം എന്നുള്ള ചിന്തകളിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അടർന്നു വീണു പോയ നിങ്ങളുടെ ബന്ധത്തെ വീണ്ടും ഒന്ന് ജോയിൻ ചെയ്യിക്കണം. വീണ്ടും അതിനൊന്ന് പോളിഷ് ചെയ്തെടുക്കണം. പഴയ പോലെ തന്നെ ഇതിനെ കൊണ്ടുവരണം. അതിൽ ഒരുപാട് തടസ്സങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കണം എന്നുള്ള രീതിക്കൊക്കെ ഇവർ ആ ഒരു മനോഭാവത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് ഒരു ദേഷ്യമായിട്ട്, ദേഷ്യം എന്ന് പറയുമ്പോൾ നിങ്ങളോട് സ്നേഹം കൂടുമ്പോൾ അവർ നിൽക്കുന്ന സാഹചര്യം, ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം സിറ്റുവേഷൻ ബേസ് ചെയ്ത് ചിലവർക്ക് നിങ്ങളിലേക്ക് വരുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. മറ്റു ചിലവർക്ക് അല്ലാത്ത രീതികളും ഉണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു തടസ്സം എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, നിങ്ങളോടുള്ള ഫീലിങ്സ് അവരിൽ ഭയങ്കരമായിട്ട് നിറയുന്ന സമയത്ത് അവരുടെ സിറ്റുവേഷനോട് അവർക്ക് ദേഷ്യമാണ് വരുന്നത്. അവരെന്തിനാണ് ആദ്യമേ നിലപാടെടുക്കാതെ ഇങ്ങനെ നിന്നത്? ഇനിയെങ്കിലും ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് ലെറ്റ് ഗോ ചെയ്യണം എന്നൊരു ചിന്തയാണ്. ഇവിടെയാണെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, വളരെ പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫയർ പോലെ നിങ്ങളുടെ എനർജി അവരിലേക്ക് കത്തിക്കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവിടെ നമുക്കൊരു മജീഷ്യൻ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജിയിലേക്ക് നിങ്ങളിപ്പോൾ പ്രാർത്ഥനകളിലൂടെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രോപ്പർ ആയിട്ടൊരു കോഴ്സ് ഒക്കെ ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം ചിലപ്പോൾ മാനിഫെസ്റ്റേഷന്റെ. അപ്പം അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ട് ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ എനർജിയിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനോട് വർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഇവർക്ക് നിങ്ങളിലേക്ക് എത്തണം എന്നുള്ള രീതിക്ക് ഭയങ്കരമായ ഒരു അട്രാക്ഷൻ നിങ്ങളിലേക്ക് തോന്നുന്നത്. ഇപ്പൊ ജെനുവിൻ ആയിട്ടുള്ള തടസ്സങ്ങൾ ഉള്ളവരാണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ മറികടന്ന് നിങ്ങളിലേക്ക് എത്തണം എന്നൊരു ചിന്ത അത്രത്തോളം വളരെയധികം ഒരു ഫയർ പോലെ നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു സമയത്ത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ്ലി ഒരു സക്സസ്, ഒരു പ്രകാശം, ഇരുളടഞ്ഞു പോയ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു വെളിച്ചമായിട്ട് വരണം. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേരുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെളിച്ചം വീണ്ടും ആ ഒരു പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിന് എന്ത് വേണമെങ്കിലും റിസ്ക് എടുക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ തയ്യാറെടുത്ത് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ അത്രത്തോളം അവർ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പൊ വളരെ പാഷനേറ്റ് ആയിട്ട് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു ലേറ്റ് നൈറ്റ്സിലൊക്കെ വളരെയധികം ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാണോ നിർത്തിയിട്ട് പോകുന്നത് അവിടെ നിന്നും വീണ്ടും നിങ്ങളെ തിരികെ കൊണ്ടുവരണം, നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വിജയം വേണം എന്നുള്ള രീതിക്ക് അത്രയും നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഈ ഒരു പേഴ്സൺ ഇത്രയും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളും അവിടെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ രണ്ടുപേരുടെ എനർജി തമ്മിൽ ഒരു ടെലിപ്പതി കണക്ഷൻ ഇവിടെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ നിരന്തരമായിട്ട് വരിക, നിങ്ങളുടെ ഒരു ബോഡിയിൽ അതിൻ്റെതായ എനർജി ഫീൽ ചെയ്യുക, ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ യൂണിവേഴ്സൽ സയൻസ് നിങ്ങളിലേക്ക് എത്തുക, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നുണ്ട് എന്നുള്ള രീതിക്ക് ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണുക. അപ്പൊ അങ്ങനെ ബട്ടർഫ്ലൈസിനെ കാണുക. അങ്ങനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതിലൂടെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടേക്ക് തന്നെ പോകൂ. കറക്റ്റ് ആയിട്ടുള്ള ഒരു പാത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സൈൻ ആണ്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ രാത്രി കാലങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ഫീലിങ്സ് എന്താണ് എന്നുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കാം. സർപ്രൈസ്, ഹീലിംഗ് ഹേർട്ട്, സ്പാർക്ക്, ട്രഡീഷൻ, റിപ്പയർ, എക്സ്പ്രഷൻ, പോളിഷ്, പില്ലർ, റെസൊല്യൂഷൻ, റിവൈവൽ. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് കമ്മിറ്റ്മെന്റ് എനർജിയാണ്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒറാക്കിൾ കാർഡ്സിലാണെന്നുണ്ടെങ്കിലും സെയിം തന്നെ എനർജീസ് ആണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. ഇമോഷണലി അത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ട്രസ്റ്റ് വന്നിരിക്കുന്നു. ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ
കറക്റ്റ് ആയിട്ടുള്ളൊരു പാർട്ട്ണർ ആണ് നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങളാണ് ചേരേണ്ടത്. അവർക്കൊരിക്കലും പൂർണ്ണമായും നിങ്ങളെ മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ജീവിതത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ പേഴ്സൺ മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലൂടെയാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ വേണം എന്നുള്ള ആഗ്രഹം അവരുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് നൽകാത്ത വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് നൽകുക. ഇനി അല്ല, നിങ്ങൾ ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഹസ്ബൻഡോ വൈഫോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടിട്ട് എന്തുകൊണ്ടിട്ട് നിങ്ങൾ മാറി നിൽക്കുന്നവരാണെങ്കിലും ആ ഒരു അകൽച്ചയ്ക്ക് ഒരു മാറ്റങ്ങൾ കൊണ്ടുവരിക. വീണ്ടും നിങ്ങളെ റീമീറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ റീമീറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കണക്ട് ആയിട്ട് വീണ്ടും വീണ്ടും സ്പ്ലിറ്റ് ആയി പോയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വീണ്ടും നിങ്ങളിലേക്ക് കാണാനും, അതോടൊപ്പം ആ ഒരു കാണുക എന്ന് പറയുമ്പോൾ അതൊരു കമ്മിറ്റ്മെന്റോട് കൂടി, എന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക, സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ബോണ്ടിങ് കൊണ്ടുവന്ന് ആ ഒരു രീതിയിൽ റീബർത്ത് കൊണ്ടുവരിക എന്നുള്ള രീതിക്കാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. അത്രത്തോളം അവർക്ക് നിങ്ങളിലേക്ക് ഒരു അട്രാക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു സർപ്രൈസ് ആയിട്ട് കടന്നു വരണം എന്ന് ഇവർ ചിന്തിക്കുകയാണ്. സർപ്രൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ്, കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും, സംസാരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം ഓർത്തു വെച്ച് ആ ഒരു കാര്യങ്ങളെല്ലാം ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സർപ്രൈസ് ആയിട്ട് കടന്നു വരിക. ആ ഒരു സർപ്രൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സന്തോഷം അത് ഇവരെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യാൻ വരാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന എനർജി കിട്ടുന്നുണ്ട്. റീമീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കോളോ മെസ്സേജോ കാര്യങ്ങളോ അല്ല. റീമീറ്റ് എന്ന് പറയുമ്പോൾ നേരിട്ട് കാണുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ നേരിട്ട് കാണാൻ നിങ്ങളുടെ പേഴ്സൺ അത്രത്തോളം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ അവർ അത്രത്തോളം അതേക്കുറിച്ച് ഈ ഒരു രാത്രി കാലങ്ങളിൽ ചിന്തിക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് അവർക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു ഫിസിക്കൽ അട്രാക്ഷൻ കൂടിയാണ്. അത്രത്തോളം അവരുടെ മനസ്സാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ ഹീലിംഗ് ഹേർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു കംപ്ലീറ്റ്ലി ഹീലിംഗിലൂടെ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലേക്ക് ഒരു ഫോർഗീവ്നെസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മാറ്റങ്ങളിലൂടെ നിങ്ങളിലേക്ക് ഒരു ക്ഷമാപണം നടത്താനും അതിലൂടെ എല്ലാ രീതിയിലും അവരുടെ ഹൃദയം അത് നിങ്ങൾക്ക് നൽകി ഒരു ന്യൂ ബിഗിനിങ് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ വേണം എന്നുള്ള രീതിയിലും ആഗ്രഹിക്കുന്നുണ്ട്. സ്പാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണെ, ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യിക്കുന്നുണ്ട്. അതൊരു സ്പാർക്ക് ആയിട്ട് അവരിലേക്ക് ഇങ്ങനെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയുടെ നിലപാടുകൾ നിങ്ങളെ വേണ്ടാന്നൊക്കെ പറഞ്ഞ് മാറുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് എനർജിയിൽ കംപ്ലീറ്റ്ലി ഒരു മാറ്റങ്ങളാണ് നടക്കുന്നത്. സാഹചര്യം എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ അതെല്ലാം വിട്ട് നിങ്ങളിലേക്ക് വരണം എന്നുള്ള രീതിക്കൊക്കെ അവരിപ്പോ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ പകുതി വെച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. അതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. കാരണം മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വന്ന് നിർത്തുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എനർജിയിൽ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ട്രഡീഷൻ വന്നിരിക്കുന്നതുകൊണ്ട് ട്രഡീഷൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു മീനിങ് ആ ഒരു പഴയ കാലങ്ങളാണ്, റിമൈനൈസിങ് ആണ്. പഴയകാല ഓർമ്മകളിലേക്ക് നിങ്ങളുടെ വ്യക്തി പോയിരിക്കുന്നു. ആ ഒരു പഴയ പോലെ തന്നെ നിങ്ങളുടെ ബന്ധം റിപ്പയർ ചെയ്തെടുക്കണം എന്ന് മനസ്സുകൊണ്ട് ഇവർ ആഗ്രഹിക്കുന്നു. വളരെ കെയർഫുൾ ആയിട്ട് ആ ഒരു പാസ്റ്റിലെ ബ്യൂട്ടി, അപ്പൊ നല്ല നല്ല ഒരുപാട് മൊമെന്റ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതേ ബ്യൂട്ടി വീണ്ടും നിലനിർത്താനായിട്ട് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇവർ ഈ ഒരു രാത്രി സമയങ്ങളിൽ ഇരുന്ന് നിരന്തരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ എക്സ്പ്രഷൻ ആണ്. നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളിലേക്ക് ഇമോഷൻസ് പ്രകടിപ്പിക്കാത്ത വ്യക്തികളാണെങ്കിൽ, ഇങ്ങനെ പിടിച്ചൊക്കെ പ്രകടിപ്പിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർ കുറച്ച് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് ആ ഒരു റൊമാൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളോട് വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഡീപ്പ് കണക്ഷൻ നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവരണം എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്നു. പോളിഷ് ആണെന്നുണ്ടെങ്കിലും റിപ്പയർ ആണെന്നുണ്ടെങ്കിലും ഒരേ മീനിങ് തന്നെയാണ്. ആ ഒരു ബ്യൂട്ടി നിലനിർത്തുക എന്നുള്ള മീനിങ് തന്നെയാണ്. പഴകിപ്പോയി അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്ന് ഇപ്പൊ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ബന്ധത്തെ വീണ്ടും പോളിഷ് ചെയ്തെടുക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പില്ലർ ആയിട്ട് മാറണം. ഒരു സമയത്ത് അങ്ങനെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഒരേപോലെ സ്വപ്നം കണ്ട് ഒരേപോലെ ഉയർന്നു വന്ന വ്യക്തികളൊക്കെയാണ് നിങ്ങൾ. അപ്പൊ പകുതി വെച്ചാണ് അത് സ്പ്ലിറ്റ് ആയി പോയിരിക്കുന്നത്. അപ്പൊ വീണ്ടും ആ ഒരു പില്ലർ ആയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. നല്ല സപ്പോർട്ടീവ് ആയിട്ട് മാറണം. എല്ലാ രീതിയിലും ഇതിനൊരു സൊല്യൂഷൻ വേണം. അതിന്റെ ഒരു കീ എന്ന് പറയുന്നത് തന്റെ കയ്യിൽ തന്നെയാണ്. തന്റെ ഭാഗത്തു നിന്നാണ് മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത്. അപ്പൊ ഇനി അതിന്റെ ഒരു കറേജ്, അതിന്റെ ഒരു വളർച്ച വീണ്ടെടുക്കണമെങ്കിൽ ധൈര്യപൂർവ്വം താൻ തന്നെ മുന്നിട്ടിറങ്ങണം.
അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് വെക്കണം എന്നുള്ള രീതിക്കൊക്കെ ഇവര് ഭയങ്കരമായിട്ട് ആധികാരികമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. റിവൈവൽ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു റീകൺസിലേഷൻ തന്നെയാണ്. നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ റിലേഷൻഷിപ്പില് ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള ഒരു ഒന്നുചേരല് അത് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നത്. വളരെ ഡീപ്പ് ആയിട്ട് നിങ്ങളെ വേണം എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നത്. അപ്പോൾ ഭയങ്കരമായ ഒരു അട്രാക്ഷൻ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്നുണ്ട്. അതിപ്പോ മെന്റലി ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നതോടൊപ്പം ഫിസിക്കലി ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ നേരിട്ട് കാണണം, ഒരു ഡയറക്റ്റ് മീറ്റ് ചെയ്തിട്ടുള്ള ഒരു റീകൺസിലേഷൻ നടത്തണം, പരസ്പരം ആ ഒരു റൊമാൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നുള്ള രീതിക്കൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പും നിങ്ങളുടെ പേഴ്സന്റെ എനർജി ഒക്കെ ആയിട്ട് വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. എനർജി നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇതിന് പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സന്റെ എനർജി, അതായത് നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.